ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മൊട്ടത്തോട് പോലെയാണ് മറിയം എന്ന് പെന്തക്കോസ്തകാർ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മറിയം മൊട്ടത്തോട് പോലെയാണ്. കോഴിക്കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞ പിന്നെ മൊട്ടത്തോടിന് വിലയില്ല, അത് ഉപേക്ഷിച്ച് കളയുന്നു. അതുപോലെയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പെന്തക്കോസ്തകാർ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? പെന്തക്കോസ്തകാരാണ് പ്രചരിപ്പിക്കണേ. ഞാൻ കത്തോലിക്ക വൈദികനാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നുവെന്ന് അവരോട് തന്നെ ചോദിക്കണം. എങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കൊടുക്കുന്ന ഒരു പങ്ക്തി കൂടിയാണ് നമ്മുടെ ഈ വീഡിയോ. കടുംവെട്ടായി പറഞ്ഞാൽ കടുംവെട്ടായിട്ട് പറഞ്ഞാൽ സ്വന്തം അമ്മ, നേർപ്പെങ്ങൾ, സ്വന്തം ഭാര്യ എന്നിവരെ മൊട്ടത്തോടായി കരുതുന്നവർ, ഉപയോഗിച്ച് കഴിഞ്ഞ് എടുത്തു കളയുന്ന കറിവേപ്പില പോലെ കരുതുന്നവർ, അവരാണ് മറിയത്തെയും മൊട്ടത്തോടിനോട് ഉപമിക്കുകയുള്ളൂ. സ്വന്തം പെങ്ങൾ, സ്വന്തം അമ്മ, സ്വന്തം ഭാര്യ, അവരൊക്കെ മൊട്ടത്തോട് പോലെയാണ്, ഉപയോഗശൂന്യമായ കറിവേപ്പില പോലെയാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ പരിശുദ്ധ കന്യകാമറിയത്തെ മൊട്ടത്തോട് എന്ന് പറഞ്ഞ് നിന്ദിച്ച് പരിഹസിച്ച് വിടുകയുള്ളൂ. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് തിരുവചനത്തിലൂടെ വെളുത്തിയിരിക്കുന്ന ആ പരിശുദ്ധ കന്യകാമറിയത്തെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അങ്ങനെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കേണ്ട നമ്മളാണ്, ഈ പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് മറിയം മൊട്ടത്തോട് പോലെയാണ് എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നത്. തിരുവചനത്തിനെതിരല്ലേ ഇത്? ഞാൻ ആദ്യം ഒരു അനുഭവം പറയാം, എന്നിട്ട് ഇതിന് ഉത്തരം തരാം. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് പൊന്റിഫിക്കൽ സെമിനാരി, അതിൻ്റെ സ്പിരിച്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ 20 കൊല്ലം പഠിപ്പിച്ചിരുന്നു. ഡിപ്ലോമ ലെവലിലും പഠിപ്പിച്ചിരുന്നു, മാസ്റ്റേഴ്സ് തലത്തിലും പഠിപ്പിച്ചിരുന്നു. മാസ്റ്റേഴ്സ് തലത്തിൽ ഞാൻ ഒന്നിടവിട്ട വർഷങ്ങളിൽ, ഈ വർഷം റോമാലേഖനമാണെങ്കിൽ പിന്നത്തെ വർഷം യോഹന്നാൻ്റെ സുവിശേഷം, അങ്ങനെയാണ് 20 കൊല്ലം പഠിപ്പിച്ചിരുന്നത്. ഒരു വർഷം റോമാലേഖനം, പിന്നത്തെ വർഷം യോഹന്നാൻ്റെ സുവിശേഷം. അവിടെ ഈ മാർപ്പാപ്പയുടെ കീഴിലുള്ള സെമിനാരി ആണെങ്കിലും അവിടെ കത്തോലിക്കരല്ലാത്ത പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റേഴ്സ്, പെന്തക്കോസ്ത പാസ്റ്റേഴ്സ്, യാക്കോബയ, ഓർത്തഡോക്സ്, ഇങ്ങനെയുള്ള എല്ലാ സഭകളിൽ നിന്നുള്ള ആളുകളും, അത് അച്ഛന്മാരുണ്ട്, പാസ്റ്റേഴ്സുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അൽമായരുണ്ട്, ഇവരൊക്കെ അവിടെ പഠിക്കാൻ വന്നിരുന്നു. ഒരു വർഷം എൻ്റെ സ്റ്റുഡൻസായിട്ട്, മാസ്റ്റേഴ്സ് ലെവലിൽ സ്റ്റുഡൻസായിട്ട് ഒരു പെന്തക്കോസ്ത പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് ഗർഭിണിയാണ്, ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിച്ചു, ഈ പെന്തക്കോസ്ത പാസ്റ്ററിൻ്റെ ഭാര്യ, ക്ലാസ്സിൽ ഇരിക്കുന്ന മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നിരിക്കുന്ന ആ ഭാര്യയോട്, പെന്തക്കോസ്ത പാസ്റ്ററിൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ ഗർഭിണിയാണല്ലോ, നീ പ്രസവിച്ച് കഴിഞ്ഞ് നിൻ്റെ കുഞ്ഞ് നിന്നെ ഒരു മൊട്ടത്തോട് പോലെ കണക്കാക്കിയാൽ നിനക്ക് സങ്കടമാകുമോ? നീ പ്രസവിച്ച് കഴിയുമ്പോൾ നിൻ്റെ കുഞ്ഞ് എൻ്റെ അമ്മ ഒരു മൊട്ടത്തോടാണ്, ഒന്നിനും കൊള്ളാത്തവൾ എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞാൽ നിനക്ക് സങ്കടമാകുമോ? അവൾ പറഞ്ഞു, എനിക്ക് സങ്കടമാകും. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ മൊട്ടത്തോട് പോലെയാണ് അവൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞ മറുപടി, ഞങ്ങൾ പാസ്റ്റേഴ്സ് അത് പഠിപ്പിക്കുന്നില്ല, ഞങ്ങളുടെ ആളുകൾ അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ പാസ്റ്റേഴ്സ് അത് പഠിപ്പിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, ആ പഠിപ്പിക്കുന്ന തെറ്റാണോ? തെറ്റാണ് എന്ന് ഈ പെന്തക്കോസ്ത പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു. എൻ്റെ വീഡിയോ കേൾക്കുന്ന കുറച്ച് പെന്തക്കോസ്ത സഹോദരന്മാരുണ്ട്, അവരോടാണ് ഞാൻ ഈ കാര്യം പറയണേ. ഇനി നമുക്ക് തിരുവചനത്തിലേക്ക് പോകാം. ഞാനൊരു തിരുവചനമാണ് ഇന്ന് തുടക്കത്തിൽ പറയുന്ന ആ തിരുവചനം നമുക്കൊന്ന് വായിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് മറിയത്തെ അങ്ങനെ മൊട്ടത്തോട് പോലെ കണക്കാക്കാൻ പാടില്ല എന്നതിൻ്റെ തെളിവുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 39 മുതലുള്ള വാക്യങ്ങളാണ്. ആ നാളുകളിൽ മറിയം എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിലേക്ക് ധൃതിയിൽ ചെന്നു. സക്കറിയായുടെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദനം പറഞ്ഞു. മറിയായുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവരുടെ വയറ്റിൽ കുഞ്ഞ് തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിൻ്റെ ഗർഭത്തിൻ്റെ ഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിൻ്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ എൻ്റെ വയറ്റിൽ കുഞ്ഞ് ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 39 മുതൽ 45 വരെ വാക്യങ്ങളാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇത് തിരുവചനമാണെന്ന് പെന്തക്കോസ്തകാർ വിശ്വസിക്കുന്നുണ്ടോ?
ഞാൻ പെന്തക്കോസ്തക്കാരെ അങ്ങനെ അഭിസംബോധന ചെയ്ത് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അവരിങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്. ആരോടും ഞാൻ ചോദിക്കുന്നത്, ഇത് തിരുവചനമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? തിരുവചനമാണെങ്കിൽ ഇത് ചരിത്രത്തിലെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണോ, അതോ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണോ? ചോദ്യം മനസ്സിലായോ? ഇത് തിരുവചനമാണ്, ദൈവവചനമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബൈബിളിലുണ്ടോ? ഉണ്ടെങ്കിൽ ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല എന്ന് കർത്താവ് സത്യം ചെയ്ത ആ തിരുവചനമാണെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണോ ലൂക്ക, അതോ ലോകാവസാനം വരെ പ്രസക്തിയുള്ളതാണോ ഈ തിരുവചനം? ദൈവവചനം സനാതനമല്ലേ? ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതല്ലേ? ആകാശവും ഭൂമിയും കടന്നു പോയാലും നിലനിൽക്കുന്നതല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നല്ലേ എലിസബത്ത് മറിയത്തെ വിളിച്ചത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ. കർത്താവ് എന്നുള്ളതിന് ഗ്രീക്ക് വാക്ക് കീരിയോസ്. അത് യാഹ്വേ എന്ന ദൈവനാമത്തിൻ്റെ തർജ്ജമയാണ്. സെപ്തുജിന്ത ബൈബിള്, അതായത് ഗ്രീക്ക് ബൈബിള്, അതായിരുന്നു ആദിമസഭയുടെ ബൈബിള്. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ ബൈബിള് ഈ സെപ്തുജിന്ത ബൈബിളാണ്. അതിൽ പഴയ നിയമത്തിൽ 46 പുസ്തകം. പെന്തക്കോസ്തക്കാരെ പോലെയും പ്രൊട്ടസ്റ്റന്റുകാരെ പോലെയും 39 അല്ല. ആദിമസഭയുടെ ബൈബിളിൽ, അതായത് ഗ്രീക്ക് തർജ്ജമയിൽ സെപ്തുജിന്തിൽ 46 ഗ്രന്ഥങ്ങളാണ്. അല്ലാതെ ഈ പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും ഉപയോഗിക്കുന്ന 39 ഗ്രന്ഥങ്ങളുള്ള ബൈബിളല്ല. യേശുക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയൊക്കെ ബൈബിളിൻ്റെ കാര്യം ഞാൻ പറയണേ. ആ ബൈബിളിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഇവർ 1872 ഏത് 19 നൂറ്റാണ്ട് കഴിഞ്ഞ് 7 ഗ്രന്ഥങ്ങൾ റദ്ദ് ചെയ്തത് പെന്തക്കോസ്തക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും. എന്തൊരു വലിയ അക്രമമായി കാണിക്കണേ. ഏത് യേശുക്രിസ്തുവിൻ്റെ ബൈബിളിൽ നിന്ന് ഇവർ 19 നൂറ്റാണ്ട് കഴിഞ്ഞ് 7 ഗ്രന്ഥങ്ങൾ അങ്ങ് റദ്ദ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇഷ്ടമില്ലാത്ത ഗ്രന്ഥങ്ങൾ ഡിലീറ്റ് ചെയ്യുക, ഇഷ്ടമില്ലാത്ത വചനങ്ങൾ തമസ്കരിക്കുക. ഇതെന്തോന്ന് ദൈവസ്നേഹ, എന്തോന്ന് തിരുവചന സ്നേഹ? ഇത് അന്ധമായ കത്തോലിക്ക വിരോധം മാത്രമാണ് അതിൻ്റെ പുറകിൽ. അത് മാറ്റി. ആദ്യം ഞാൻ തിരിച്ചു വരികയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അങ്ങനെയാണ് തിരുവചനം മറിയത്തെ അടയാളപ്പെടുത്തുന്നത്. കർത്താവ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് കീരിയോസ്, അതിൻ്റെ ഹീബ്രു അദോണായി അല്ലെങ്കിൽ യാഹ്വേ. അപ്പോൾ എൻ്റെ യാഹ്വേയുടെ അമ്മ എന്നാണ് ഹീബ്രുവിലേക്ക് തർജ്ജമ ചെയ്താൽ, അല്ലെങ്കിൽ എൻ്റെ അദോണായുടെ അമ്മ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ സാക്ഷികളിൽ നിന്ന് കേട്ടക്കൊള്ളാം. ഇതിൽ നിന്നാണ് ദൈവമാതാവ് എന്ന ടൈറ്റിൽ ഉണ്ടായത്. ദൈവത്തിൻ്റെ നാമമാണല്ലോ യാഹ്വേ, കർത്താവ്. കർത്താവിൻ്റെ അമ്മ ദൈവമാതാവ്, തിയത്തോക്കോസ് എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അമ്മ എന്നല്ല അർത്ഥം. മറിച്ച് മറിയത്തിൽ നിന്ന് ജനിച്ചത് ദൈവം തന്നെയായ പുത്രനാണ്. ദൈവം തന്നെയായ പുത്രൻ. യോഹന്നാൻ 1:18 എഴുതിയിരിക്കുന്നു, ദൈവം തന്നെയായ പുത്രൻ. ആ പുത്രൻ തമ്പുരാനാണ് മറിയത്തിൽ ജനിച്ചത് എന്നാണ് ദൈവമാതാവ് എന്ന ശീർഷകത്തിൻ്റെ അർത്ഥം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനമാണ് മറിയത്തെ സാക്ഷ്യപ്പെടുത്തണേ. അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ഒരാളെയാണോ മൊട്ടത്തോട് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്? അതല്ലേ പൈശാചികം? എന്തൊരു അക്രമമാണ് ഈ തിരുവചനത്തോട് നിങ്ങൾ കാണിക്കുന്നത് പെന്തക്കോസ്തക്കാർ. തിരുത്തണം. മൂന്നാമത്തെ കാര്യം, കർത്താവ് നിന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് തന്നോട് അരുളി ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് മറിയം. അങ്ങനെയാണ് എലിസബത്ത് മറിയത്തോട് പറഞ്ഞത്. ഒരു സ്ത്രീ ലൂക്കായുടെ സുവിശേഷം 11:27-28 വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നീ പാല് കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അത് മറിയത്തിന് ഈ രണ്ടും ചേരില്ലേ? അതായത് അവൾ ശരീരത്തിൽ, അവളുടെ ഗർഭത്തിൽ യേശുവിന് കൊണ്ടു നടന്നു, അവന് മുലപ്പാൽ കൊടുത്തു. അപ്പോൾ യേശുവെന്ന ദൈവപുത്രനെ ഗർഭം ധരിക്കുകയും അവന് മുലപ്പാൽ കൊടുക്കുകയും ചെയ്ത അവളുടെ ശരീരവും തീർന്നില്ല. അതുകൊണ്ട് യേശു പറയാണ്, എൻ്റെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ആ കൂടുതൽ ഭാഗ്യം ചെയ്തതും മറിയമല്ലേ? കാരണം എലിസബത്ത് എന്താ പറഞ്ഞത്? കർത്താവ് അരുളി ചെയ്ത തിരുവചനം പൂർത്തിയാകുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് നീ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കിയത് മറിയമല്ലേ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ആളെയാണ് മൊട്ടത്തോട് പോലെ എന്ന് ഇവർ പറഞ്ഞ് പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതും. തിരുവചനത്തെ വ്യഭിചരിക്കുകയാണ്.
തിരുവചനത്തെ വ്യഭിചരിക്കുകയാണ്. 4, മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്തും യോഹന്നാനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു, തുള്ളിച്ചാടി, ആനന്ദം കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു തുള്ളിച്ചാടി. ഞാൻ വീണ്ടും ചോദിക്കുക, ഇത് തിരുവചനമാണോ അല്ലയോ? തിരുവചനമാണോ അല്ലയോ? അപ്പോൾ ഇന്നും മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയില്ലേ? ഈ യേശുവിനെ ജനിപ്പിച്ച് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് മറിയത്തിന് പ്രാധാന്യമില്ലായിരുന്നെങ്കിൽ ആ പ്രസവത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വല്ലതും എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നോ മറിയത്തെക്കുറിച്ച്? ഈ യേശുവിന് ജന്മം കൊടുത്തു കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് മറിയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലെങ്കിൽ എന്തിനാണ് മറിയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പിന്നെ എഴുതിയിരിക്കുന്നത്? ഇതിനുത്തരം പറയൂ. മറിയം വെറും മൊട്ടത്തോട് പോലെ ആയിരുന്നെങ്കിൽ മറിയത്തിൻ്റെ വാക്ക് കേട്ട് കാനായിൽ ഇഷ്ടമില്ലാതിരുന്നിട്ടും കർത്താവ് വെള്ളം വീഞ്ഞാക്കുമായിരുന്നോ? എൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മറിയം ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ, മറിയം നിർബന്ധിച്ചപ്പോൾ യേശു വെള്ളം വീഞ്ഞാക്കി കാനായിൽ ഇല്ലേ? അങ്ങനെ ഒരു രംഗം ഇല്ലേ പെന്തക്കോസ്തക്കാരൻ നിങ്ങളുടെ ബൈബിളിൽ? യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഇല്ലേ? 1 മുതൽ 11 വരെ. അപ്പം മറിയം വെറും മൊട്ടത്തോടോ ആയിരുന്നെങ്കിൽ മറിയത്തിൻ്റെ വാക്ക് കേട്ട് യേശു ഇഷ്ടമില്ലാതിരുന്നിട്ടും ഈ വെള്ളം വീഞ്ഞാക്കണമായിരുന്നോ? മറിയത്തിന് അത്രമാത്രം യേശുവിൻ്റെ മേൽ സ്വാധീനമുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇത് തിരുവചനമാണോ അതോ വെറും ചരിത്ര രേഖയാണോ? ചരിത്ര രേഖയാണെങ്കിൽ നിങ്ങൾ ബൈബിൾ തന്നെ മൊത്തത്തിൽ എടുത്ത് കളയണം. അത് ചരിത്ര യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചാൽ പോരെ? എന്തിനാണ് ദൈവവചനമാണെന്നും തിരുവചനമാണെന്നും പറഞ്ഞ് വിശുദ്ധമാണെന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കണേ? വെറും ചരിത്രം രേഖപ്പെടുത്തുകയാണെങ്കിൽ കലാലയങ്ങളിൽ പഠിപ്പിച്ചാൽ മതി. അത് വീണ്ടും മറിയം മൊട്ടത്തോടായിരുന്നെങ്കിൽ സഭയുടെ ആദ്യത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ഈ സഭയ്ക്ക് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് സഭയ്ക്കും കിട്ടാൻ വേണ്ടി അവൾ മധ്യസ്ഥം വഹിക്കുമായിരുന്നോ? നടപടി ഗ്രന്ഥം 1:12 മുതൽ 14 വരെ വാക്യങ്ങളാണ് ഞാൻ പറയണേ. മറിയം വെറും മൊട്ടത്തോടായിരുന്നെങ്കിൽ എന്തിനാണ് നടപടി ഗ്രന്ഥം 1-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെ അധ്യായങ്ങളിൽ യേശുവിൻ്റെ 12 സ്ലീഹന്മാരും മറ്റു ശിഷ്യന്മാരും സ്ത്രീകളും അവൻ്റെ അമ്മയായ മറിയത്തോടുകൂടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്? അവൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ പ്രാർത്ഥനയിൽ. തനിക്ക് അന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ സഭയ്ക്ക് ലഭിക്കാൻ വേണ്ടിയല്ലേ മറിയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അപ്പസ്തലന്മാരുടെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്? അവൾ മൊട്ടത്തോടായിരുന്നെങ്കിൽ എന്തിനാണ് ഇക്കാര്യം അവിടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ? യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് കൂടെ എന്നവിടെ എഴുതിയിട്ടുണ്ട് ആ തിരുവചനത്തിൽ. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചനം കൂടി ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ വാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലക്കാരി മറിയവും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. പിന്നെ അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണേ, ഇത് വളരെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൂടിയാണ്. യേശുവിൻ്റെ അമ്മ, യേശു സ്നേഹിച്ച ശിഷ്യൻ, അങ്ങനെയാണോ പരിചയപ്പെടുത്തിയിരിക്കുന്നത്? നാസറത്തിലെ മറിയം എന്ന് അവിടെ എഴുതിയിട്ടില്ല, യോഹന്നാൻ എന്നും അവിടെ എഴുതിയിട്ടില്ല. ഈ എല്ലാ തിരുവചനങ്ങളും ഇല്ലേ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പെന്തക്കോസ്തക്കാർ ഇവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറയും അത് യോഹന്നാനാന്ന് പറയും. യോഹന്നാൻ തന്നെ. പക്ഷേ ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. എന്തുകൊണ്ട് യോഹന്നാൻ എന്ന് എഴുതിയിട്ടില്ല? യോഹന്നാൻ അവിടെ നിൽക്കുന്നത് ചരിത്രത്തിലെ യോഹന്നാൻ എന്ന നിലയിലല്ല, മറിച്ച് യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരുടെയും പ്രതിനിധി എന്ന നിലയിലാണ്. അതുതന്നെയാണ് മറിയത്തിൻ്റെയും രീതി. മറിയം അവിടെ നിൽക്കുന്നത് നസ്രത്തിലെ മറിയം എന്ന നിലയ്ക്കല്ല, യേശുവിൻ്റെ അമ്മ. അങ്ങനെയാണ് തിരുവചനം പറയണേ. യേശുവിൻ്റെ അമ്മയും യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും, യേശുവിൻ്റെ അമ്മ യേശു സ്നേഹിച്ച ശിഷ്യൻ, ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. നാസറത്തിലെ മറിയം പിന്നെ സെബദിയുടെ മകൻ യോഹന്നാൻ എന്ന് അവിടെ എഴുതിയിട്ടില്ല. യേശുവിൻ്റെ അമ്മ യേശു സ്നേഹിച്ച ശിഷ്യൻ. എന്നിട്ട് ഈ യേശു സ്നേഹിച്ച ശിഷ്യനെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പറയാണ്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മകൻ. ഈ അമ്മയെ ശിഷ്യന് കൊടുത്തുകൊണ്ട് പറയാണ്, ഇതാ നിൻ്റെ അമ്മ. ഇത് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്.
തൊട്ടടുത്ത വാക്യത്തിൽ എന്താ പറയണേ? ആ നാഴിക മുതൽ ആ ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. ഇത് തിരുവചനമാണോ അല്ലയോ? ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവൻ്റെ അമ്മയെ, യേശുവിൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. ഇത് തിരുവചനമാണെങ്കിൽ ഇന്ന് യേശു സ്നേഹിച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കണ്ടേ? അവരുടെ വീട്ടിൽ സ്വീകരിക്കണ്ടേ? ഞാൻ ഒന്നുകൂടി ചോദിക്കുക. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ അവൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. ഇത് തിരുവചനമാണെങ്കിൽ ഇന്നും പ്രസക്തമായിരിക്കണം. ഇന്നും പ്രസക്തമാണെങ്കിൽ യേശു സ്നേഹിച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയെ അവരുടെ കുടുംബങ്ങളിൽ സ്വീകരിക്കണ്ടേ, കൈക്കൊള്ളണ്ടേ? ഇനി അതിന് വേറെ അർത്ഥം കൂടിയുണ്ട്. ഈ ശിഷ്യൻ മറിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു, സംരക്ഷിച്ചു എന്നാണ് അല്ലേ? മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന് 4-ാം പ്രമാണം. ആ പ്രമാണമാണ് യേശു ക്രിസ്തു ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അമ്മ മക്കളെ സംരക്ഷിക്കും, മക്കൾ അമ്മയും സംരക്ഷിക്കും. ഈ ഒരു ചുമതലയല്ലേ യേശു ഏൽപ്പിച്ചത്? അങ്ങനെ യേശുവിൻ്റെ അമ്മയെ യേശു സ്നേഹിച്ച ശിഷ്യന്മാർ സംരക്ഷിക്കണം എന്ന് കർത്താവ് കൽപ്പന കൊടുത്തിട്ട് ആ യേശുവിൻ്റെ അമ്മയെ മൊട്ടത്തോടാണെന്ന് പറയുന്നവർ അവരെ കർത്താവ് ശിക്ഷിക്കാതിരിക്കുമോ? അവർ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണോ? യേശു സ്നേഹിച്ച ശിഷ്യന്മാരാ? യേശുവിൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടതിന് പകരം മൊട്ടത്തോടാണെന്നും പറഞ്ഞ് അവഹേളിച്ച് നിന്ദിച്ച് പരിഹസിച്ച് ആ വചനം ഒന്ന് നോക്കിയേ. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. അതിൻ്റെ വിപരീത ദിശയിൽ യേശുവിൻ്റെ അമ്മയെ തങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കാത്തവർ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. യേശുവിൻ്റെ അമ്മയെ തങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കാത്തവർ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. ഇത് തെളിയിക്കാൻ ഞാൻ 2 വചനം കൂടി പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 2:11. ജ്ഞാനികൾ പൗരസ്ത്യദേശത്തെ ജ്ഞാനികൾ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു, വീണു അവനെ നമസ്കരിച്ചു, നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവന് പൊന്നും കൊന്തിർക്കും മീറയും കാഴ്ചവെച്ചു. ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു. യേശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടു ജ്ഞാനികൾ. ഇന്നും യേശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ അല്ലേ വിശ്വാസികൾ സഭയിൽ കാണേണ്ടത്? ഇത് തിരുവചനമല്ലേ? ജ്ഞാനികൾ യേശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടു കൂടെയാണ് കണ്ടതെങ്കിൽ ഇന്ന് ജ്ഞാനികളായ വിശ്വാസികൾ യേശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ അല്ലേ സഭയിൽ കാണേണ്ടത്? അല്ലെങ്കിൽ ഇത് തിരുവചനമല്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. തിരുവചനമാണെങ്കിൽ ഇന്നും അതിന് പ്രസക്തിയുണ്ട്, അതിനർത്ഥമുണ്ട്. അടുത്തൊരു തിരുവചനം ലൂക്കായുടെ സുവിശേഷം 1:15-16. ദൂതന്മാർ അവരെ ഈ ആട്ടിടയന്മാരെ വിട്ട് സ്വർഗത്തിൽ പോയപ്പോൾ ഇടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണാം. എന്നിട്ട് അവർ ചെന്നപ്പോൾ കണ്ട സംഭവം എന്താണ്? അവർ ധൃതിയിൽ ചെന്നു, ബന്ധപ്പെട്ട് വേഗം സ്പീഡിൽ ചെന്നു. എന്ത് സംഭവം കണ്ടത്? മറിയത്തെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതാണ് സംഭവം കണ്ടത്. മറിയും ജോസഫും പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു. യേശുവിനെ മറിയത്തോടും യോസഫിനോടും കൂടെയാണ് ആട്ടിടയന്മാരെ കണ്ടത്. ഇത് തിരുവചനമല്ലേ? ലൂക്കായുടെ സുവിശേഷത്തിൽ ഇല്ലേ? അപ്പം എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുക. ഇന്നും സഭയിൽ ആട്ടിടയന്മാരെ പോലെയുള്ള ഈ ലാളിത്യമുള്ള വിശ്വാസികൾ യേശു എന്ന ശിശുവിനെ മറിയത്തോടും ജോസഫിനോടും കൂടെയല്ലേ കാണേണ്ടത്? ഇത് തിരുവചനമല്ലേ? ഈ സജീവമായ തിരുവചനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്നും അത് പ്രസക്തമാണെന്നല്ലേ? ഇല്ലേ? ദൈവത്തിൻ്റെ വചനം സജീവമാണെന്നല്ലേ പറയണേ? ജീവനുള്ളതെങ്കിൽ അതിന് ഇപ്പോഴും ജീവൻ വേണ്ടേ? വെറുതെ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ച ചത്ത വചനമാണോ ദൈവവചനം? ജീവനുള്ള വചനമാണെങ്കിൽ ഇപ്പം ജീവിക്കണ്ടേ? അതെങ്ങനെ ജീവിക്കുക? യേശുവിനെ മറിയത്തോടും യോസഫിനോടും കൂടെ വിശ്വാസത്തിൽ കാണുമ്പോഴല്ലേ ഈ തിരുവചനത്തിന് ജീവനുണ്ടാകണേ? ഇത്രയേറെ മറിയത്തെക്കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടും അവളെ മൊട്ടത്തോടായി കാണുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയുക? എങ്ങനെയാണ് അവർക്കിത് പറയാൻ കഴിയണേ എന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. മനുഷ്യർക്ക് ഇത്രമാത്രം കത്തോലിക്ക വിരോധം പറ്റുമോ? എനിക്ക് പെന്തക്കോസ്തക്കാരുടെ ഒരു ബഹുമാനമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? കത്തോലിക്ക സഭയിൽ ഇല്ലാത്ത ചില രീതികൾ നിങ്ങൾക്കുണ്ട്. എന്താണ്? വീട് വീടതരം കയറി ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കുക. വളരെ നല്ല കാര്യമാണ്.
അങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന കത്തോലിക്കർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഈ എന്താ പറയുക, ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് ഒരു ട്രങ്കേറ്റഡ് ഗോസ്പൽ, ഇങ്ങനെ വെട്ടിമുറിച്ച് ഛേദിച്ച സുവിശേഷം നിങ്ങൾ കൊടുക്കണേ. വെട്ടിമുറിച്ച് ഛേദിച്ച സുവിശേഷം അങ്ങനെ ചെയ്യരുത്. പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ് നിങ്ങളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുക, ഈ ബൈബിളിൽ അല്ലാത്തൊരു സുവിശേഷം, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരുദ്ധമായൊരു സുവിശേഷം, അങ്ങനെ സുവിശേഷം ഇല്ല. അങ്ങനെ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ സ്വർഗത്തിലെ ദൂതനാകട്ടെ മാലാഖിയാകട്ടെ, അവൻ ലെറ്റ് ഹിം ബി അനാഥമ, അവൻ ദൈവത്താൽ ശപിക്കപ്പെടട്ടെ എന്നാണ്. ഈ ബൈബിളിലില്ലാത്തൊരു സുവിശേഷം, ബൈബിൾ അല്ലാത്തൊരു സുവിശേഷം, സ്വർഗത്തിൻ്റെ മാലാഖ വന്നാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞത്. അത് നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഗംഭീരമാണ്, പക്ഷേ ഇങ്ങനെ വെട്ടിമുറിച്ച് കത്തോലിക്ക വിരോധം കുത്തിവെക്കുന്ന അത് ചെയ്യരുത്. 1. 2, നിങ്ങൾ കത്തോലിക്കർ ഏതായാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ കത്തോലിക്കറിന് ചാക്കിട്ട് പിടിക്കാതെ ഈ മറ്റ് മതസ്ഥരോട് സുവിശേഷം പ്രസംഗിക്കുക. ഈ കത്തോലിക്കർ ഏതായാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീക്ഷണമനുസരിച്ച് തെറ്റാണെങ്കിൽ പോലും യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അവർ ചാക്കിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനാൽ പുറജാതിക്കാരുടെ സുവിശേഷം പ്രസംഗിക്കുക. അവർക്കിങ്ങനെ മുറിച്ച് ഛേദിച്ച് കളഞ്ഞ സുവിശേഷമല്ലാതെ, ഛേദിക്കപ്പെട്ട സുവിശേഷമല്ലാതെ മുഴുവൻ സുവിശേഷം കൊടുക്കുക. എന്നിട്ട് എല്ലാവരെയും കൂട്ടി കത്തോലിക്ക സഭയിൽ വന്ന് അങ്ങനെ ഒരു സഭയായി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറാൻ നിങ്ങൾ അതിന് സഹായിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മറിയം മൊട്ടത്തോട് പോലെയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവചനത്തിനെതിരാന്ന് മാത്രമല്ല, വളരെ പൈശാചികമാണ്. ഈ ദൈവത്തിൻ്റെ ശാപം വരുത്തി വയ്ക്കുന്ന അനാഥമ എന്ന് പറഞ്ഞ ദൈവം ശപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെല്ലുന്ന ഒരു സംഗതിയാണ്. അത് ചെയ്യാതിരിക്കാൻ, ചെറിയ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും, അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.